പ്രശാന്തേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇടുക്കിയിലെ നെടുങ്കണ്ടത്ത് 2-3 ദിവസം മുമ്പ് ഒരു വലിയ മോഷണ ശ്രമം നടന്നു. ഒരു ജ്വല്ലറി കേന്ദ്രീകരിച്ചായിരുന്നു ഈ മോഷണ ശ്രമം. 2 പേരെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുബാറക്കും അതോടൊപ്പം തന്നെ ഹൈദറും. ഇവരൊരു വലിയ ഒരു ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രവർത്തകരാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരാണ് ഇവർ, എന്താണ് ഇവരുടെ പ്രധാന ഉദ്ദേശം? തീർച്ചയായിട്ടും ഏതാണ്ട് 4 ദിവസത്തോളമായി ഈ സംഭവം നടന്നിട്ട്. ഇടുക്കിയിലെ നെടുങ്കണ്ടത്ത് ഒരു ജുവലറിയിൽ പട്ടാപ്പകൽ സ്വർണം കവർ ചെയ്യാൻ ശ്രമിച്ച് പിടിയിലായവരാണ് ഹൈദറും മുബാറക്കും. അതായത് ഉടമ നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ സ്വർണം തട്ടിയെടുക്കുകയും അത് തൻ്റെ പോക്കറ്റിലാക്കുകയും ഒരാൾ ചെയ്തു. അപ്പോൾ ഉടമ ഉടൻ തന്നെ അത് തടയുകയും, ഇപ്പോൾ എല്ലായിടത്തും CCTV ഒക്കെ ഉണ്ടല്ലോ, അത് തടഞ്ഞ് അയാളെ പിടിച്ചപ്പോഴാണ് മറ്റേയാൾ ഇറങ്ങി ഓടി. മുബാറക്ക് ഇറങ്ങി ഓടി. ഒരാൾ ഇറങ്ങി ഓടി. ആ ഓടിയ ആളിനെ പിന്നീട് നെടുങ്കണ്ടം പോലീസ് ശാന്തൻപാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇയാൾ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സിൽ കയറി തമിഴ്നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇയാളെ മുബാറക്കിനെ പിടികൂടുന്നത്. ഹൈദറിനെ അതേസമയം ഈ കടയ്ക്കുള്ളിൽ വെച്ച് തന്നെ ഉടമസ്ഥൻ തന്നെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇതൊരു സാധാരണ മോഷണം എന്നുള്ള രീതിയിലാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇത് പെട്ടെന്നാണ് ഇതിൻ്റെ സ്വഭാവം മാറിയത്. ഇവർ തമിഴ്നാട്ടിലൊരു കുപ്രസിദ്ധമായ ഒരു കൊള്ളസംഘത്തിലെ അംഗങ്ങളാണ് എന്ന് പോലീസിന് വിവരം കിട്ടി. ഏതാണ് അതിൻ്റെ പേര് ഇറാനി ഗ്യാങ് എന്നാണ്. ഇറാനി ഗ്യാങ് നമ്മുടെ നാട്ടിലെ കുർവാ സംഘം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇറാനിയൻ ഗ്യാങ് ആണ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതിൽ പെടുന്ന 2 പേരാണ് ഈ ഹൈദറും മുബാറക്കും. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് തിരിഞ്ഞ് 2-3 പേരടങ്ങുന്ന സംഘങ്ങൾ ഇങ്ങനെ ജുവലറി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് മോഷണം നടത്തുന്നു, അവിടുന്ന് രക്ഷപ്പെടുന്നു, മോഷണം മുതലുമായിട്ട് രക്ഷപ്പെടുന്നു. ഇതാണ് ഇവരുടെ രീതി. പക്ഷേ ഈ ഇറാനിയൻ ഗ്യാങ്ങിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ പോലീസ് ഇതിൻ്റെ ഒരു സാധാരണ മോഷണ സംഘങ്ങൾക്കില്ലാത്ത ചില മാനങ്ങൾ ഇതിനുണ്ട്, അല്ലെങ്കിൽ മോഷണ കേസുകളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നതും അവർ വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉടൻ തന്നെ അറിയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ കൂടുതൽ വിശദമായ പരിശോധന നടന്നു വരികയാണ്. അതായത് IBയും മറ്റുമൊക്കെ, സ്പെഷ്യൽ ബ്രാഞ്ചും IBയും ഒക്കെ ഈ വിഷയം കൂടുതൽ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതിനൊരു കാരണം മുമ്പ് ഏതൊരു ഭീകരവാദ സംഘടനയായിട്ട് ഇവർക്ക് എന്തോ ബന്ധമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ പറയുന്നു. അതെ, ഭീകരവാദ സംഘടനയുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പേരും കൂടെ വരുമ്പം സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സംശയങ്ങൾ വരും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ മോഷണത്തിന് അല്ലെങ്കിൽ ഈ മോഷണ ശ്രമത്തിന് പഴയ ചില സംഭവങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ഏതാ സംഭവം? അതായത് പണ്ട് നമ്മുടെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന തടിയൻ്റെവിടെ നസീറിനെ അറിയാമല്ലോ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അത് ലഷ്കർ-ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്നു. കോയമ്പത്തൂർ സ്ഫോടനം, ബാംഗ്ലൂർ സ്ഫോടനം ഒക്കെ ഈ തടിയൻ്റെവിടെ നസീറിൻ്റെ പങ്ക്, രാജ്യദ്രോഹ പ്രവർത്തനം, രാജ്യത്തിനെതിരായ യുദ്ധം ചെയ്യൽ, ഇതിലൊക്കെ പങ്ക് ഉണ്ട് എന്ന് ആരോപിക്കപ്പെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ തടിയൻ്റെവിടെ നസീറിനെ 1-2 കേസുകളിൽ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് തടിയൻ്റെവിടെ നസീർ. ഈ തടിയൻ്റെവിടെ നസീർ പണ്ട് കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് തടിയൻ്റെവിടെ നസീറിൻ്റെ നേതൃത്വത്തിൽ ചില ജുവലറികൾ കൊള്ളയടിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കേരളത്തിലെ ഒരു ജുവലറി, ഞാനിപ്പോൾ അവരുടെ പേരൊന്നും പറയുന്നില്ല, അത് ഒരു പ്രശസ്തമായ, അത്ര മോശമല്ലാത്ത പ്രശസ്തമായൊരു ജുവലറി. അവർ സ്വർണവുമായിട്ട് അതിൻ്റെ ഉടമസ്ഥനും സഹായികളും രാത്രി ആ സ്വർണം ബാഗിലാക്കി വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിലാണ് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നത്. പിറ്റേന്ന് തിരിച്ചത് ജുവലറി കൊണ്ടുവരും. മിക്കവാറും ജുവലറികളിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ലോക്കർ ഇല്ലാത്ത ജുവലറികളെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഇടത്തരം ജുവലറികളാണ് അത്തരം കാര്യങ്ങൾ, ചെറുകിട ഇടത്തരം ജുവലറികളാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുക. അവർ സ്വർണം ഇതുപോലെ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് അത് കൊണ്ടുവരും, കടയിൽ രാവിലെ ഡിസ്പ്ലേക്ക് വയ്ക്കും. അതേസമയം വലിയ ജുവലറികൾക്ക് അവരുടെ കടയ്ക്കുള്ളിൽ തന്നെ നല്ല ലോക്കറുകളുണ്ടാവും, സുരക്ഷിതമായിട്ട് സ്വർണം സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇവരങ്ങനെ കൊണ്ടുപോയ സ്വർണം വഴിക്ക് വെച്ചിട്ട് ഇവരെ ആക്രമിച്ച് കൊള്ളയടിച്ചു. വലിയ തോതിൽ സ്വർണം കൊള്ളയടിച്ചു. ആ കേസ് പക്ഷേ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി അത് അവരെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റും തുടർന്നുള്ള അന്വേഷണവുമാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലേക്ക് ചെന്നെത്തിയത്.
അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനും വേണ്ടി പണം കണ്ടെത്താനാണ് ഇത്തരം മോഷണം, കൊള്ളകൾ അവർ നടത്തിയത് എന്ന് പോലീസിന്, രഹസ്യാന്വേഷണ വിഭാഗത്തിന് പിന്നീട് തിരിച്ചറിയാൻ പറ്റി. അപ്പോൾ അതിനനുസരിച്ച് കേസുകളൊക്കെ ചാർജ് ചെയ്തു. അപ്പോൾ ഈ ഇറാനിയൻ ഗ്യാങ്ങും അത്തരത്തിലുള്ളതാണോ എന്ന് ഇവിടെ രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നുണ്ട്. അവർ വളരെ ആഴത്തിൽ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടരന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില മാധ്യമങ്ങൾ ഇസ്ലാമോഫോബിയാണ് ഈ ഇത്തരം സംഭവങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഒരു കട്ട് വേണേ. ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഈ മുബാറക്കിനും അതോടൊപ്പം തന്നെ ഹൈദറിനും ഈ ചില ഭീകര സംഘടനകളുമായിട്ട്, അതായത് ISIS ഒക്കെ ആയിട്ട് ചില ബന്ധങ്ങളുണ്ട്. ഇവർ അത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ, അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് നമുക്ക് അറിയില്ല, എങ്കിലും അത്തരം രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഗൗതം ചോദിച്ച ചോദ്യം, ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെയാണ്, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് ഇങ്ങനത്തെ ചർച്ചകൾ വരുന്നത്. അതിന് സ്ഥിരീകരണമൊന്നുമില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം കാര്യങ്ങളൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല. ഇതൊക്കെ സംശയിക്കാം, ഇങ്ങനെയെല്ലാം സംശയിക്കാം. പക്ഷേ ഇവരുടെ ഈ രീതി കാണുമ്പോൾ, ഇറാനിയൻ ഗ്യാങ് എന്നുള്ള പേരും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അടിസ്ഥാന സ്വഭാവങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് സംശയിച്ചാൽ അത് തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രഹസ്യാന്വേഷണ വിഭാഗം വളരെ ആഴത്തിൽ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇതൊരു നിസ്സാര ഗ്യാങ് അല്ല, വെറും ഒരു മോഷണമല്ല എന്ന് അവർക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമുക്ക് പൊതുജനങ്ങളോട് വിവരം പങ്കുവയ്ക്കാൻ മാത്രമുള്ള ഒരു സ്ഥിരീകരണം ഈ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. ഇവർ അറസ്റ്റിലാണ്, ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതൊക്കെ തുടർ നടപടികൾ നടക്കും. ഈ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങനെ അങ്ങ് ഇത് ചെയ്യുന്ന ഒരു രീതി, പൊതുവെ അത്തരം നരേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യാൻ ചില ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് പോലീസ് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ വളരെ ഗൗരവത്തിൽ തന്നെ ഇത് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ നിന്ന്, നമ്മുടെ എന്താ പറയുക, ചാരസംഘടനയായ റോയിൽ നിന്നും മറ്റുമൊക്കെ കൃത്യമായ നിർദ്ദേശം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നടപടി സ്വീകരിക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത് ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കെല്ലാം അത്തരം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മാവോയിസ്റ്റ് സംഘടനകൾക്ക്, ഇത്തരത്തിലുള്ള വിധ്വംസക സംഘടനകൾക്കൊക്കെ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് നേരത്തെ തന്നെ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും തെളിവുകളും ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അതുകൊണ്ട് അവർ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഇറാനിയൻ ഗ്യാങ്ങിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. അതവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തുടർ നടപടികളിലേക്ക് പോകും. അതുകൊണ്ട് വെറുതെ അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചില നരേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ അങ്ങനെ അങ്ങ് ഒതുക്കി വെക്കാനൊന്നും പറ്റില്ല. വളരെ ആഴത്തിൽ തന്നെ ഈ വിഷയം അന്വേഷിക്കും.